ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓൾഡ് സാരി കൊണ്ട് എനിക്കും മകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. അതിലൊരു ഡ്രസ്സ് മകൾക്കും ബാക്കി എനിക്കുമാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഗൗണാണ്. ഇതിന് ഹൈനെക്കാണ് ചെയ്തിരിക്കുന്നത്. ഹൈനെക്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓപ്പണിങ്ങോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ എല്ലാ ഓപ്പണിങ്ങും ബാക്കിലാണുള്ളത്. ഫ്രണ്ടിൽ കഴുത്തിന് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിലാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡ്രസ്സ് ധരിച്ചാൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. മുഴുവനായിട്ടും പ്രിൻസസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. താഴ്വശം യോക്ക് പീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യോക്ക് പീസിൻ്റെ ആ ഒരു ഭാഗം വരെ മാത്രമാണ് നമ്മൾ പ്രിൻസസ് കട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴ്വശത്തേക്ക് പകുതി വരെ സ്ട്രെയിറ്റ് ആയിട്ടും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെറിയ രീതിയിലൊരു അംബർല കട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, ആ യോക്ക് പീസിൻ്റെ താഴ്വശത്ത് നിന്നും കണ്ടോ അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല വീഡിയോയിൽ. കണ്ടോ അവിടം വരെ നോർമലായിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു സ്റ്റിച്ച് വരുന്നിടത്ത് നിന്നും താഴേക്ക് അംബർല കട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിക്ക് തന്നെ കൊടുത്തതുകൊണ്ട് കറക്റ്റ് അംബർല കട്ടിൻ്റെ ആ ഒരു ലുക്ക് വരില്ല. പക്ഷേ താഴ്വശത്ത് നല്ല വീതി കിട്ടുകയും ചെയ്യും. എനിക്ക് താഴ്വശം കുറച്ച് തൂങ്ങി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീതിക്ക് തന്നെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ അംബർല കട്ട് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഫസ്റ്റ് പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ അംബർല കട്ട് ചെയ്താൽ കറക്റ്റ് ആ ഒരു ലുക്ക് തന്നെ വരും. അതുകൂടാതെ ഇതിൻ്റെ സ്ലീവിൻ്റെ പ്രത്യേകത ബെൽ സ്ലീവാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് കാണുക. ഇതിപ്പോൾ 3/4 സ്ലീവ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബെൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു മോഡേൺ ലുക്ക് നൽകുകയും ചെയ്യും. നല്ലൊരു സ്ലീവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ പിറകുവശം ഒന്ന് കാണാം. പിറകുവശത്താണ് നമ്മൾ സിപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് വേണം ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ബാക്ക് വശത്തും പ്രിൻസസ് കട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ യോക്ക് പീസിൻ്റെ ഭാഗം വരെയാണ് പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിബ് ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സുലഭമായിട്ട് എല്ലാ ഷോപ്പുകളിലും നമുക്ക് ഇൻവിസിബിൾ സിബ് ലഭിക്കുന്നുണ്ട്. സിബ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സിബ് ഉണ്ട് എന്ന് തോന്നുകയില്ല. സ്റ്റിച്ചിങ് പോയിന്റ് പോലെ മാത്രമേ അവിടെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോവാം. ഇനി ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. ഇതും ഒരു ഓൾഡ് സാരിയിൽ നിന്ന് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ജീൻസിൻ്റെ കൂടെയും അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. ഇതിൻ്റെ താഴ്വശത്ത് ബോബിൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബോബിൻ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒത്തിരി ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ, അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കാണാം. ഇവിടെ ഒരു ടൈ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ നെക്കിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം ഒന്ന് കാണാം. നോർമൽ ഹൈനെക്ക് പോലെയാണ് പിറകിൽ കാണുന്നത്. ബാക്കി എല്ലാ സംഭവവും നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിലും ചെയ്തിരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സാരി കൊണ്ട് നമുക്ക് ഒത്തിരി ഡ്രസ്സുകൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സെയിം സാരി കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്ത ഒരു കുർത്തിയാണിത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസ് ഒന്നും കാണാനുണ്ടാവില്ല. ഹൈനെക്ക് ചെയ്തിട്ടുള്ള ഒരു നോർമൽ എലൈൻ കുർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലോത്ത് വളരെ സോഫ്റ്റ്നെസ് ഉള്ള ഒരു ക്ലോത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാരി കളയാനും എനിക്ക് തോന്നാതിരുന്നത്. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കുർത്തിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് ഹൈനെക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രേപ്പ് ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴ്വശത്തേക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പകുതി ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഭാഗം ഓപ്പൺ ചെയ്തിട്ടിട്ടാണുള്ളത്. അതുപോലെ 3 ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോർമൽ 3/4 സ്ലീവാണ് ചെയ്തിരിക്കുന്നത്. വേറെ വെറൈറ്റീസ് ഒന്നും സ്ലീവിന് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തത്. നല്ല ലെങ്ത് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിറകുവശവും നിങ്ങൾക്ക് കാണാം. അവിടെയും ഞാൻ പ്രത്യേകിച്ച് ഒരു ഡിസൈൻസും കൊടുത്തിട്ടില്ല. ഇതിൽ ഏറ്റവും ഭംഗി ഇതിൻ്റെ ഇറക്കം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഇതൊരു
കാഞ്ചി സിൽക്കിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഈ സാരിയുടെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാരി കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോ പാർട്ടായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഗൗണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മാക്സിയുടെ ഒരു സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. യോക്ക് പീസിൻ്റെ അവിടെ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്കിന് ഞാൻ ആദ്യം ഹൈ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല വീതിയുള്ള ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ബീഡ് വർക്കൊക്കെ ഉള്ള ഒരു ലേസാണ് കേട്ടോ. ഇതിൻ്റെയും നെക്കിൻ്റെ ഓപ്പണിങ് വരുന്നത് പിറകുവശത്താണ്. അവിടെ സിബ് വെച്ചിട്ട് അവിടെയാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ലീവിലും 2 പീസ് ലേസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് ഇത്ര മാത്രമേ ഇറക്കം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലേസ് അവിടെ അവിടെ ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. യോക്ക് പീസിൻ്റെ അവിടെ ഞാൻ നേരത്തെ മാക്സിയിൽ കാണിച്ചു തന്ന പോലെ തന്നെ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഞാൻ നല്ല ഇറക്കത്തിലാണ് ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 16 ഇഞ്ചോളം വരും. 14-15 ഇഞ്ചിലൊക്കെ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പിറകുവശം കാണാം. ഇവിടെയും ഇൻവിസിബിൾ സിബ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ സിബാണ് വെച്ചത് കേട്ടോ. എൻ്റെ അടുത്ത് സെയിം കളർ ഇല്ലാത്തത് കൊണ്ടാണ് വൈറ്റ് വെച്ചത്. അപ്പോൾ ഇത്രയുമാണ് സാരി കൊണ്ട് ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ഡ്രസ്സ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ.